ഹായ്, വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ ഓറഞ്ച് ജ്യൂസാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആദ്യമേ ഒരു ചെറിയ പീസ് ഇഞ്ചി ഒന്ന് അടിച്ചതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ജാർ എടുക്കുക, അതിലേക്ക് 3 ഓറഞ്ചാണ് ഇളക്കിയിട്ട് കൊടുത്തിട്ടുള്ളത്, അല്ലികളായിട്ട് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ച ഇഞ്ചിയുടെ ജ്യൂസില്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 20 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇതായി കണ്ട കുരു ഒന്നും അരഞ്ഞിട്ടില്ല. അത് 10 സെക്കൻഡ് വീതം നിർത്തി അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോഴേക്കും കുരുവൊന്നും അടിയാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടും കേട്ടോ. ഇപ്പം നന്നായിട്ട് ഞാൻ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അരിച്ചെടുത്ത ജ്യൂസ് വേറൊരു ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയും മധുരം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും സീക്രട്ടായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ മിൽക്ക് മെയ്ഡ് എന്ന് പറയുന്നത്. അതും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തപ്പോൾ നല്ല കുറുകുറുത്ത ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പതഞ്ഞ് നല്ല കുറുകുറുത്ത ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ആ ജ്യൂസ് നമുക്കിനി സെർവ് ചെയ്യാം. അതിനായിട്ട് കുറച്ച് ഐസ് ക്യൂബ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടിച്ച ഈ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും വേണം കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരു ടൈമിൽ കുടിക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. നമ്മുടെ ശരീരത്തിനെയൊക്കെ നല്ല രീതിയിൽ തണുപ്പിക്കാൻ പറ്റിയൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.